ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ പേര് കേട്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഡോറ കേക്കാണ്. അപ്പം ഇതിലേക്ക് മുട്ട വേണ്ട, മൈദ വേണ്ട, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് വേറെ കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. നമ്മൾ മുന്നായിട്ടൊരു ട്രൈഡ് പിക്സ് ബൈ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ പിക്സും ഞാൻ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ ഇട്ടത് പേര് മാറിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ കുറേ ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഇനി മുതൽ എല്ലാ വീഡിയോസിൻ്റെയും ലാസ്റ്റായിട്ട് ഞാൻ അയച്ചു തരുന്ന പിക്സ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് 2-3 ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ചപ്പാത്തിപ്പൊടിയും അതുപോലെ തന്നെ കസ്റ്റർഡ് പൗഡറും വെച്ചിട്ടാട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടോ. എന്നിട്ട് അതേ ഒരു ബൗളിലേക്ക് തന്നെ 1.5 കപ്പ് ചപ്പാത്തിപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. നല്ലോണം മിക്സ് ആക്കിയെടുത്തതിന് ശേഷം 1 ഗ്ലാസ് പാലും ചേർത്തിട്ട് നല്ലോണം ഇത് ഇളക്കിയിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാക്കണം, നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലാട്ടോ നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ. അപ്പം എണ്ണ ഒന്നും ഒഴിക്കാണ്ട് തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് പാനിലേക്കങ്ങ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റേണ്ട കേട്ടോ. അഥവാ ഹൈ ഫ്ലെയിമിൽ എങ്ങാനും ഇട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം അങ്ങ് പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വന്നാൽ മതി. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാൻ കേക്ക് പാനിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്ത മാതിരി തന്നെ ബാക്കിയുള്ള മാവും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ കേക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ന്യൂട്ടെല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ന്യൂട്ടെല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ള ഡോറ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായും നിങ്ങളുടെ കുട്ടിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. 2-3 ആൾക്കാർ നമ്മുടെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. നമ്മുടെ ചാനലിൽ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന റുബീന ഹാഷിം എന്ന് പറയുന്ന ആൻറ്റിയാണ് നമ്മുടെ ബ്രെഡ് ചില്ലി ട്രൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്യുന്ന റുബീന ഫ്രം കാലിക്കറ്റ് നമ്മുടെ റവ കേക്ക് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എപ്പോഴും എല്ലാ റെസിപ്പീസും മാക്സിമം അവർ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ടായ റിയ മാലിക് ഫ്രം UAE നമ്മുടെ വെട്ട് കേക്ക് ട്രൈ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെട്ട് കേക്ക് ഇവരായിരുന്നു ഫസ്റ്റ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.